ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ രാത്രി മഞ്ഞ് പെയ്യുമെന്ന് കാലാവസ്ഥാ പ്രവചനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ പുറത്തെന്താ സംഭവിക്കുന്നതെന്ന് അറിയാനൊരാകാംക്ഷ. അപ്പോൾ നമുക്ക് നോക്കാം. ആഹാ, ഇഷ്ടം പോലെ മഞ്ഞ്. എല്ലാം മഞ്ഞിൽ മൂടി ഒരു വെളുത്ത കളറായിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പം ഇവിടുത്തെ ടെമ്പറേച്ചർ -8 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ പുറത്ത് ഇറങ്ങി കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഐസായി പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ റെയിൻഡിയറൊക്കെ നിറച്ച് സ്നോയിൽ പൊതിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ സ്നോ പെയ്ത് കിടന്നു കഴിഞ്ഞാലും അത് ഐസ് കട്ടയായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്നോ മാറ്റണം. അപ്പോൾ ഈ മരം നോക്ക്, ഇതിങ്ങനെ ഇലകളെല്ലാം മൂടി സ്നോയുടെ കനം കൊണ്ട് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ 10 മണി വരെ സ്നോ പെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ 7:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കി, ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്നോയാണ്. നമുക്ക് കയ്യിലെടുത്താൽ അങ്ങനെ വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ അതിങ്ങനെ ഒന്ന് കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഒരു കട്ടയായിട്ട് കിട്ടും. അപ്പോൾ രാവിലെ സിബി സ്നോ മാറ്റാനുള്ള തയ്യാറെടുപ്പായിട്ട് രാവിലെ വണ്ടിയുടെ മുകളൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പിന്നെ നമുക്ക് ഒരുപാട് സ്നോ ഉള്ളപ്പോൾ മെഷീനും കൊണ്ടാണ് നമ്മൾ സ്നോ മാറ്റുക. അപ്പോൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസാണ്. അപ്പോൾ ഇന്നലെ തന്നെ അറിയാമായിരുന്നതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം എല്ലാം ചെയ്യാനായിട്ടുള്ള പ്രിപ്പയർഡായിട്ടാണ് കിടന്നത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളില്ലല്ലോ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ രാവിലെ തന്നെ റോഡിലെ സ്നോയൊക്കെ നമ്മുടെ ടൗണിൽ നിന്ന് വണ്ടി വന്ന് മാറ്റാറുണ്ട്. അപ്പോൾ അവർ സ്നോ എല്ലാം മാറ്റി മണലും ഉപ്പും കൂടെ കൂടി ഒരു മിശ്രിതം എല്ലായിടത്തും ഇട്ട് പോകാറുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവേയിൽ സ്നോ മാറ്റുന്നത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ അതും ചെയ്യാറുണ്ട്.
പുറത്തേക്ക് നോക്കുമ്പം കാണാൻ നല്ല ഭംഗിയാണെങ്കിലും സ്നോ പെയ്താൽ അന്നും നമുക്ക് പണിയുണ്ട്. നമ്മുടെ ഡ്രൈവേയിൽ പിന്നെ നമ്മൾ നടക്കുന്ന സ്ഥലത്തെ വണ്ടികളിൽ എല്ലാം സ്നോ നമ്മൾ തന്നെ മാറ്റണം. അപ്പോൾ ഇതുപോലെ നല്ല തണുപ്പത്തും ജീവിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. നമ്മുടെ ഗ്ലൗസ്, സ്നോ ബൂട്ട്സ്, കോട്ട് എല്ലാം വേണം. ഇവിടെ സ്നോ പെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലുമുള്ള വീടുകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഹീറ്റിംഗ് സംവിധാനം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ തണുപ്പ് അറിയില്ല. അതുപോലെ വണ്ടികളിലാണെങ്കിലും നമുക്ക് സ്റ്റിയറിംഗ് വീലും അതുപോലെ സീറ്റുമൊക്കെ ഹീറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ മെഷീൻ കൊണ്ടാണെങ്കിലും തണുപ്പത്ത് നിന്ന് സ്നോ മാറ്റൽ നമുക്ക് നല്ലൊരു അധ്വാനമുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ അത് സിബി വണ്ടിയെല്ലാം മാറ്റി നമ്മുടെ പുറത്തുള്ള സ്ഥലമെല്ലാം ഒരുവിധം ക്ലീനായി. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഇപ്പം സ്നോ പെയ്യുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇനിയും ഇത് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ അതിനെ ഉരുക്കി കളയാനായിട്ട് നമ്മൾ കാൽസ്യം ക്ലോറൈഡ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു മിശ്രിതം പുറത്തെല്ലാം വിതറാറുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവേ എല്ലാം ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്. സിബി ഏകദേശം പണി കഴിയാറായി. ഈ മരത്തേൽ കണ്ടോ, ഇത് ഇങ്ങനെ സ്നോ മൂടി ഇരിക്കുവാണ്. ഇത് ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഇതിൽ ഇലകൾ കൊഴിയാറില്ല. എല്ലാ വർഷവും വിൻ്ററിലും ഇത് ഇങ്ങനെ തന്നെ നിന്നോളും. അപ്പോൾ ചെറിയൊരു കാറ്റ് വരികയോ അല്ല നമ്മൾ ഒന്ന് തട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്താൽ ഇത് കനമില്ലാത്ത പഞ്ഞി പോലെയുള്ള സ്നോ ആയതുകൊണ്ട് അത് മുഴുവനും കൂടെ താഴേക്ക് വീണോളും. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമല്ലേ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ സ്നോ എല്ലാം മരങ്ങളിൽ നിന്നെല്ലാം താഴെ വീഴും. ഇത് കാൽസ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു മിശ്രിതമാണ്. അപ്പം ഇത് പുറത്ത് വെതറിയിട്ട് കഴിഞ്ഞാൽ അത് സ്നോ മെൽറ്റായി പൊക്കോളും. അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് സ്നോ പെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ ഡ്രൈവേയിൽ ക്ലീൻ ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ഇതിടുക. ഇതാ നമ്മുടെ കാറിൽ നോക്കുക. ഇത് മഞ്ഞ് പെയ്ത് കഴിഞ്ഞപ്പോൾ അത് തണുപ്പായതുകൊണ്ട് ഉറച്ച് ഐസായിട്ട് ഇങ്ങനെ ഐസിക്കിൾസ് ആയിട്ട് തൂങ്ങി കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സ്നോ എല്ലാം മാറ്റി കഴിഞ്ഞു. ഇനി ടക്കർ ഇത്രയും നേരം വളരെ അക്ഷമനായിട്ട് നോക്കി നിൽക്കുമായിരുന്നു. അവന് സ്നോയിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി നേരം നിന്നാൽ ഇങ്ങനെ പാദമൊക്കെ തണുത്തു പോകും. അതുകൊണ്ട് പെട്ടെന്നൊന്ന് ഇറക്കി ഒരു പ്രാവശ്യം ഇങ്ങനെ സ്നോയിൽ കളിക്കാൻ വേണ്ടി വിടാറുണ്ട്. എന്നിട്ട് പിന്നെ ഉള്ളിൽ കയറ്റി നമ്മൾ ഡ്രൈ ആക്കി കൊണ്ടുപോവാണ്. അപ്പോൾ പുറത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കയറി പോന്നു. നമുക്ക് നല്ല ചുക്ക് കാപ്പിയും പരിപ്പുവടയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനിയിപ്പം റെസ്റ്റിംഗ് ആണ് ബാക്കി സമയം.